സോ എൻ്റെ രണ്ടാമത്തെ ഹാഫ് മാരത്തോണിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫ് മാരത്തോണിൽ ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു സ്റ്റാർട്ട്. സോ ജീറ്റ കേരള മാരത്തോൺ ഞാൻ ഓടിയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ബാക്ക് നിന്നായിരുന്നു. അതായത് ഓൾമോസ്റ്റ് ഡെഡ് ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ട്രാഫിക്കിൽ അങ്ങ് പെട്ടു. ശരിക്കും നമ്മളൊരു ട്രാഫിക് ജാമിൽ ബ്ലോക്കായ അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാരത്തോൺ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് മാരത്തോൺ ഇവൻറ്റ്സിലൊക്കെ പല ഫിറ്റ്നസ് ലെവലിൽ പല ടൈപ്പ് ഓഫ് റണ്ണേഴ്സ് വരും. റിക്രിയേഷണൽ റണ്ണേഴ്സ് കാണും, ചിലപ്പോൾ റാൻഡംലി ഒരു ഇവൻറ്റിന് രജിസ്റ്റർ ചെയ്ത് ഓടുന്നവർ കാണും, ഒട്ടും ഓടി എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കാണും, സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്നവർ വരെ ചിലപ്പോൾ കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരെല്ലാം ഓവർടേക്ക് ചെയ്താലേ നമുക്കൊരു മിഡിൽ ഓഫ് ദ പാക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിൽ എത്താൻ പറ്റുള്ളൂ. സോ അത് ഭയങ്കര ചാലഞ്ചിങ് ആകും. ഓൾറെഡി നമുക്ക് കുറേ ടൈം ഇവരുടെ ഇടയിൽ കൂടെ ഇവരെ തട്ടയും മുട്ടയൊന്നും ചെയ്യാതെ സേഫായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് ടൈം വേസ്റ്റ് ആവും. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഹാഫ് മാരത്തോൺ, അതായത് DBM ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റാർട്ടിങ് ലൈനിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആദ്യം ഓവർടേക്ക് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ മാക്സിമം എഫേർട്ട് ഓടി. അതായത് എൻ്റെ ടെമ്പോ പേസ് വരുന്ന ഒരു 5 മിനിറ്റ് 10, 5 ആ റേഞ്ച് ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 1-2 കിലോമീറ്റർ ഒരു 4:50, 4:55 ആ ഒരു പേസ് പിടിച്ച് ആദ്യത്തെ ഒരു 2-3 കിലോമീറ്റർ ഫുൾ എഫേർട്ട് ഓടി. അത്യാവശ്യം ടയർഡായി, പക്ഷേ എനിക്ക് എന്നാലും എൻ്റെ റേസ് മാനേജ് ചെയ്യാൻ പറ്റിയെന്നതിന് പുറമെ ഒത്തിരി ഫ്രണ്ടി ഓടിയോണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഓടാൻ പറ്റി. എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ കൂടെ ഇടിച്ച് തള്ളിയൊന്നും പോകേണ്ടി വന്നില്ല, ഒരുപാട് ക്രൗഡില്ലായിരുന്നു. ഏകദേശം എൻ്റെ പേസിൽ ഓടുന്ന ആളുകൾ തന്നെയായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ ഓടാൻ അല്ലെങ്കിൽ പേസ് മാനേജ് ചെയ്ത് പോകാനും ഈസി ആയിരുന്നു. സോ നിങ്ങൾ നെക്സ്റ്റ് റേസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടൈം സീരിയസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഒരു സ്റ്റാർട്ടിംഗ് ലൈനിൻ്റെ അടുത്തോട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഒരുപാട് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഓവർടേക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കുറേ ടൈം അവിടെ പോകും. സോ ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ടിപ്പാണ്, നിങ്ങളുടെ റേസ് സ്റ്റാർട്ട് നിങ്ങൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആക്കാൻ നോക്കുക. ബാക്കി എല്ലാവരും ചെയ്യുന്ന റേസ് സ്റ്റാർട്ടിന് പുറമെ നമുക്ക് എവിടെ കുറച്ച് ടൈം സേവ് ചെയ്യാമെന്ന് ആലോചിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് പറ്റുന്ന ഒരു രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടിപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.